മലയാളികൾ കാലാകാലങ്ങളായിട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചില ഭക്ഷണങ്ങൾ, സ്നാക്സുകൾ ഹൃദയത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ആരും ബോധവാന്മാരല്ല. ഈ വീഡിയോ കാണുന്ന ഒരുവിധം എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ള ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയെന്നുള്ളതും അത് ഹൃദയത്തിനും രക്തക്കുഴലുകൾക്കും ഏത് രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ അനിൽ സലീം, കോഴിക്കോട് മൈത്ര ഹോസ്പിറ്റൽ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കാർഡിയോളജി. പഴംപൊരിയും പരിപ്പുവടയും നമ്മൾ പുറമേ നിന്നൊക്കെ വാങ്ങി കഴിക്കുമ്പോൾ അത് വളരെയധികം ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് ട്രാൻസ് ഫാറ്റുകൾ ഇതിനകത്തുണ്ടാവും. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സും വളരെ കൂടുതലായിരിക്കും. ഇത് രക്തക്കുഴലുകൾക്കകത്ത് നീർക്കെട്ടുണ്ടാക്കാനും ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടാക്കാനൊക്കെ ഉള്ള സാധ്യത വളരെയധികം കൂട്ടുന്നുണ്ട്. ഇതിന് പകരം നമുക്കിനി ചെയ്യാവുന്നത് എയർ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ള ഒരു മാർഗ്ഗമാണ്. രണ്ടാമത്തത് പായസവും ഹൽവയാണ്. ഇതിനകത്ത് ഒരുപാട് ഷുഗർ കണ്ടന്റ്, ഭാരം കൂട്ടുന്നുണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്നുണ്ട്, മെറ്റബോളിക് സിൻഡ്രോം ഉണ്ടാക്കുന്നുണ്ട്. ഇതുപോലുള്ള ഷുഗറി പ്രോഡക്ട്സ് ഡെയിലി കഴിക്കുന്നുണ്ടെങ്കിൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത 30% വരെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. മൂന്നാമത്തത് ബനാന ചിപ്സ് ആണ്. ബനാന ചിപ്സിനകത്ത് ഒരുപാട് ട്രാൻസ് ഫാറ്റ് ഉണ്ട്. ഹാർട്ടിനെ സംബന്ധിച്ച് ഏറ്റവും റിസ്ക് ഉള്ള, ഏറ്റവും കേടുണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് ട്രാൻസ് ഫാറ്റുകൾ. ഒരു കാരണവശാലും ട്രാൻസ് ഫാറ്റ് നമ്മൾ കഴിക്കാൻ പാടില്ല. വിദേശ രാജ്യങ്ങളിൽ ട്രാൻസ് ഫാറ്റുകൾ പലയിടത്തും നിരോധിച്ചിട്ടുണ്ട്. ബനാന ചിപ്സ് കഴിക്കുന്ന ആളുകൾക്ക് ട്രാൻസ് ഫാറ്റിന്റെ ഇൻടേക്ക് വളരെ കൂടുതലായിരിക്കും. കഴിയുന്നതും ബനാന ചിപ്സ് നമ്മൾ ഒഴിവാക്കിയേ മതിയാവും. നാലാമത്തത് വെളിച്ചെണ്ണയുടെ അമിതമായ ഉപയോഗമാണ്. കൂടിയ അളവിൽ വെളിച്ചെണ്ണ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ LDLന്റെ അളവ് വളരെയധികം കൂടുകയാണ്. ഇതുപോലുള്ള സാച്ചുറേറ്റഡ് ഫാറ്റുകൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിൽ ഹൃദ്രോഗ സാധ്യത 18% കൂടുമെന്നുള്ളതാണ് കണക്ക്. മറ്റൊരു പ്രശ്നം, പൊറോട്ട അല്ലെങ്കിൽ ചോറ് ഡെയിലി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് പതുക്കെ ശരീരത്തിനകത്ത് ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നുണ്ട്, കുടവയറ് വരുന്നുണ്ട്. മാത്രമല്ല ഇൻസുലിൻ റെസിസ്റ്റൻസും മെറ്റബോളിക് സിൻഡ്രോം സംഭവിക്കുന്നുണ്ട്. ഹൃദയത്തിലെ രക്തക്കുഴലുകളെ കാലക്രമേണ നീർക്കെട്ടുണ്ടാക്കുന്നുണ്ട്, ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നുണ്ട്. കഴിയുന്നതും വൈറ്റ് റൈസ് ഒഴിവാക്കിയിട്ട് ബ്രൗൺ റൈസിലേക്ക് നമ്മൾ മാറാൻ നോക്കുക. മൈദ ഒഴിവാക്കിയിട്ട് ഗോതമ്പ് പൊറോട്ട വല്ലപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പലപ്പോഴും ഈ കുക്കിംഗ് മെത്തേഡാണ് കേടുണ്ടാക്കുന്നത്. കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന എണ്ണകൾ റീയൂസ് ചെയ്യുന്നുണ്ട്, വീണ്ടും ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഒരുപാട് കേടുള്ള കാര്യമാണ്. ഇതിനകത്തുള്ള ഫാറ്റിന്റെ അളവ് വളരെ കൂടുതലായിരിക്കും. റീയൂസ് ചെയ്യുന്ന ഓയിലുകൾ ഫ്രഷ് ഓയിലിനെക്കാളും 5 ഇരട്ടി ഡാമേജ് ഉണ്ടാക്കുന്നുള്ളതാണ് കണക്ക്. അതുപോലെ തന്നെ മലയാളികൾ ഇപ്പോൾ വാങ്ങി കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഇപ്പോൾ വളരെ സാധാരണയാണ്. ഈ പ്രോസസ്ഡ് ഫുഡ് പലപ്പോഴും ഹൃദയത്തിന് വളരെ കേടുണ്ടാക്കുന്നുണ്ട്. കഴിയുന്ന നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുക. കഴിഞ്ഞ 10 വർഷം കൊണ്ട്, എന്ന് വെച്ചാൽ 2015 ശേഷം കേരളത്തിൽ ഹൃദ്രോഗത്തിന്റെ അളവ് 40% കൂടിയതായിട്ടുള്ളതാണ് കണക്ക്. ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഭക്ഷണത്തിലുള്ള മിസ്റ്റേക്കുകൾ തന്നെയാണ്. എല്ലാ മലയാളികളും ഷെയർ ചെയ്ത് കാണേണ്ട ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ കേരള ഫുഡ് കഴിക്കുന്ന എല്ലാ മലയാളികൾക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക.